പുന്നേക്കാട് മ്ലാവിടിച്ചതിനെ തുടർന്നുണ്ടായ ഓട്ടോ ഡ്രൈവറും CPM നേതാവുമായ PN വിജിലിന്റെ മരണം മാമലക്കണ്ടത്തുകാരെ കണ്ണീരിലാഴ്ത്തി. ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളുമടക്കം അനേകം പേർ വിജിലിന് അന്തിമോപചാരം അർപ്പിച്ചു. വന്യമൃഗശല്യത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് പോലീസ് അകമ്പടിയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചതും സംസ്കാര ചടങ്ങ് നടത്തിയതും. വിജിലിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് DFO കൈമാറി. ഭാര്യയ്ക്ക് ജോലി നൽകുന്നതിനും മക്കളുടെ പഠനം ഏറ്റെടുക്കുന്നതിനും സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മാമലക്കണ്ടം എളംപ്ലാശ്ശേരി മേഖലയിലെ പൊതു ആവശ്യങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു PN വിജിൽ. CPMന്റെ ഉറച്ച പ്രവർത്തകനുമായിരുന്നു. രോഗിയായ മാതാവും ഭാര്യയും 6ലും 4ലും പഠിക്കുന്ന 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായിരുന്നു കർഷകൻ കൂടിയായ വിജിൽ. നാടിന്റെയും നാട്ടുകാരുടെയും ആവശ്യങ്ങൾക്കായി ഏത് സമയത്തും പ്രവർത്തന നിരതനാകും. അത്തരമൊരു സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച രാത്രിയിലെ കോതമംഗലത്തേക്കുള്ള യാത്രയും ആവശ്യമായി വന്നത്. വിജിലിന്റെ മരണം വീട്ടുകാർക്കൊപ്പം നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തി. അനേകം പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. ആന്റണി ജോൺ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പാർട്ടി നേതാക്കളും വിജിലിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. മൃതദേഹത്തിൽ പാർട്ടി പതാകയും പുതപ്പിച്ചു. സംസ്കാര ചടങ്ങിന് ശേഷം സർക്കാരിൽ നിന്നുള്ള ധനസഹായം കുടുംബത്തിന് കൈമാറി. 10 ലക്ഷം രൂപയുടെ ചെക്ക് DFO ആണ് നൽകിയത്. വിജിലിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നതിലും 2 പെൺമക്കളുടെയും വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുന്നതിലും സർക്കാരിന് ഉടൻ റിപ്പോർട്ട് നൽകുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വിജിലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയത്. വൻ പോലീസ് സംഘത്തിന്റെ അകമ്പടിയിലാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. വീടിന്റെ പരിസരത്തും പോലീസ് നിലയുറപ്പിച്ചിരുന്നു. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസ് ജാഗ്രത പുലർത്തിയത്. മരണത്തെ തുടർന്നുള്ള പോലീസ് നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കിയിരുന്നു. ഒരാഴ്ച മുൻപ് കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പോലീസിന്റെ മുൻകരുതൽ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.